ഗുഡ് മോർണിംഗ്. ഇന്ന് സെപ്റ്റംബർ 9. ഇന്ന് നമ്മുടെ കുഞ്ഞുമണീസ് ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. അതെ, പ്രീ സ്കൂളിലേക്കാണ് അവർ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 മാസം മുന്നേ, അതായത് നവംബർ 3 അവർ ആദ്യാക്ഷരം, 3 4 എങ്ങാണ്ടാണ് അവർ ആദ്യാക്ഷരം കുറിച്ചത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഒരു വർഷമാകുന്നതിന് മുന്നേ തന്നെ അവർക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു യോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ സ്കൂളിൽ പോകുന്ന ദിവസം വന്നു. അപ്പോൾ തലേദിവസമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് സ്കൂളിൽ ആദ്യമായിട്ട് പോവുകയാണ്, രാവിലെ എണീക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഉള്ള ആ ഒരു രംഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഒരാൾ കുറച്ച് ഹാപ്പി ആയിരുന്നു. ഇവമോൾ നല്ല ഹാപ്പി ആയിട്ടാട്ടോ എണീറ്റ് വന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവന് കുറച്ച് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് ചിരിക്കുന്നുമുണ്ട്. അതായത് അവൻ കുറച്ചുകൂടെ ഇങ്ങനെ നമ്മളുമായിട്ട് അറ്റാച്ച്ഡാണ്. അപ്പോൾ നമ്മളെ വിട്ടു പോകുന്നതിൻ്റെ ഒരു ഉള്ളിലുള്ള പ്രയാസം അവനുണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ കരയും, പിന്നെയും കുറച്ച് നേരം പുതിയ ഉടുപ്പിൻ്റെയും പുതിയ ബാഗിൻ്റെയും ഒക്കെ കാര്യം ചിന്തിക്കുമ്പോൾ ഒന്ന് ചിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രഭാത കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. കുറച്ച് ടഫാണ്. അതായത് രാവിലെ 8:30-ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മളിവരെ എണീപ്പിച്ചു. പിന്നെ 7 മണി തൊട്ട് 8 മണി വരെ നമ്മൾ ഫാസ്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് കേട്ടോ. കാരണം പെട്ടെന്ന് ചെയ്ത് ഇവരെ എന്തെങ്കിലും കഴിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ ഇതുപോലെ ഓർണമെൻറ്റ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നതെല്ലാം അഴിച്ചു വെച്ചു. അങ്ങനെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ്, ഇത്ര പെട്ടെന്നല്ലേ പിള്ളേരൊക്കെ വളർന്ന് സ്കൂളിലൊക്കെ പോകാൻ മാത്രമായി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട്. അയ്യേ, ഇതെല്ലാം ഊരി വെക്കുകയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഈ ചിരിക്കുന്നത്. സ്കൂളെന്നൊന്നും പറയാൻ പറ്റില്ല, ശരിക്കും പ്രീ സ്കൂൾ തന്നെയാണ്, നഴ്സറി. അപ്പം എന്നാലും ഇവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പം ഒരു സ്കൂൾ ലൈഫാണല്ലോ. അതായത് ഇനിയിപ്പം നമ്മൾ ബ്രേക്കൊന്നും എടുക്കുന്നില്ലല്ലോ, തുടർച്ചയായിട്ട് ഓരോ ക്ലാസ്സുകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതായത് ഏകദേശം സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എല്ലാ ദിവസവും ഒരു 3 മണിക്കൂറാണ് ഇവർക്ക് ക്ലാസ് ഉണ്ടാവുക. അതായത് രാവിലെ 8:30 തൊട്ട് 11:30 വരെ. അപ്പം നമ്മളത് 6 അവർ ആക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഏകദേശം ഉച്ച കഴിയോളം അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് ഇവരുടെ സ്കൂൾ ടൈമിങ്ങും സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ രാവിലെ പല്ല് തേപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് പല്ല് തേപ്പിക്കാനായിട്ട്. പിന്നെ വാ തുറക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഭക്ഷണം കഴിപ്പിക്കലാണ്. അപ്പം ഇവരെണീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അത്യാവശ്യം എല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഷോർട്സിലൊക്കെ കണ്ടത് അതാണ്. അപ്പോൾ അതായത് രാവിലെ പോയിട്ട് 11:30-ക്കല്ലേ വരുള്ളൂ. അപ്പം വിശക്കുണ്ടാന്ന് വിചാരിച്ച് രാവിലെ നെയ്ച്ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പം അത്യാവശ്യം ഹെവി ആണല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് വിശക്കത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ നഴ്സറി സ്കൂളൊക്കെ ആകുമ്പോൾ ഫുൾ ടൈം കളികളൊക്കെയാണ്. അല്ലെങ്കിൽ ഒത്തിരി ഓടിക്കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ടയേർഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചോറാണ് ഞാൻ ആക്കി വെച്ചത്. അതിനകത്തേക്ക് നെയ്യൊക്കെ ഇട്ട് നെയ്ച്ചോറ് പോലെ, അതായത് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നെയ്യ് മാത്രം ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്തത്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടം സാലഡാണ്. അപ്പം സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മുട്ടയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. പറയുമ്പോൾ എല്ലാം റെഡി ആയിരുന്നെങ്കിലും സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്ര രാവിലെ എണീറ്റ് ഭക്ഷണം കഴിച്ചൊരു ശീലമില്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എടുത്ത ഭക്ഷണത്തിൻ്റെ കാൽഭാഗമേ ഉള്ളിലേക്ക് പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം റിജക്ഷൻ ആയിരുന്നു. അതായത് അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും അത്ര നിർബന്ധിക്കാൻ പോയില്ല, അവർക്ക് വേണ്ടുന്ന പോലൊക്കെ കഴിച്ചു. പിന്നെ അവർ ഭയങ്കര ഹാപ്പിയായി. കാരണം ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മൂഡൊക്കെ മാറി, യൂണിഫോമൊക്കെ ഇടുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതാണ് മോൻ്റെ യൂണിഫോം. അതായത് ഒരു പാൻറ്റും, ഇവിടെ പാൻറ്റ് യൂസ് ചെയ്യാനുള്ള കാര്യം തണുപ്പായതുകൊണ്ടാണ്. ഇത് സമ്മറായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട്സൊക്കെ ഇടിച്ച് വിടാം. പിന്നെ ഒരു ബനിയനുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു സ്വെറ്റ് ഡ്രസ്സ് ഇടണം. അതായത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പോൾ, അപ്പോൾ അതുകൊണ്ട് സ്വെറ്റ് ഡ്രസ്സ് മസ്റ്റായിട്ട് ഇടണം. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ജാക്കറ്റോട് ഇടിയിക്കണം. കാരണം
ഇവർക്ക് ഫസ്റ്റ് സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്ഡോറാണ്. അപ്പോൾ ഔട്ട്ഡോറിൽ തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും ഇറക്കും എന്നാണ് ടീച്ചറിൻ്റെ പറച്ചിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ജാക്കറ്റ്, അത് മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നനയാത്ത പോലത്തെ ജാക്കറ്റും, അല്ലാത്ത ദിവസം ക്ലോത്ത് ജാക്കറ്റ് ആണെങ്കിൽ അത് ഇട്ടിട്ട് വിടണം. അപ്പം മോളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ട് വേണമെങ്കിൽ എടുക്കാം ഇതിൻ്റെ കൂടെ, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നിഫോം ഇടാം. ഇനി ഇതല്ല പാൻറ്റ് ഇടണമെങ്കിൽ അതും ഇടാം. അപ്പം അവൾക്ക് ഞാനൊരു പിൻഫോമാണ് വാങ്ങിയത്. കാരണം എനിക്കിതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് തോന്നി. കാരണം സ്കേർട്ടാകുമ്പോഴത്തേക്ക് ബനിയനൊക്കെ വലിച്ച് ചിലപ്പോൾ പുറത്തൊക്കെ ഇടും. ഇതാകുമ്പോൾ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പിന്നിഫോം 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഒരു ജോഡി നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം. സ്കൂളിൽ നമുക്ക് ഒരു ഹാങ്ങിങ് ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ പേരും ഒരു ഫോട്ടോയും ഒരു ബാഗും ഒക്കെ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഒരു സെറ്റ് യൂണിഫോംസ്, ഒരു PE കിറ്റ് എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അവിടെ കൊണ്ട് വയ്ക്കണം. പിന്നെ ഇവർക്ക് അങ്ങനെ സ്കൂളിലേക്ക് ഫുഡൊന്നും കൊണ്ടുപോകാനില്ല, പിന്നെ വെള്ളവും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അവിടെ ഫ്രൂട്ട്സും പാലുമാണ് അവർക്ക് കൊടുക്കുന്നത്. ഇത് രണ്ടും അലർജിക്കല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഡെയിലി അത് തന്നെയാണ് കൊടുക്കുക. അപ്പം ഇതാണ് യൂണിഫോമും കാര്യങ്ങളൊക്കെ. പിന്നുള്ളത് യൂണിഫോം സോക്സ് ഇട്ട് ബ്ലാക്ക് ഷൂസാണ് അവർക്ക് ഇടേണ്ടത്, അതിടണം. മോൾക്ക് മുടിയൊക്കെ നന്നായിട്ട് ടൈ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഇതാണ് ഓൾ അബൌട്ട് യൂണിഫോം. ഇനി സ്കൂളിനെ പറ്റി പറഞ്ഞാൽ ഫീനിക്സ് നഴ്സറി സ്കൂളിലാണ് അവരെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഫീനിക്സ് സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 7 മിനിറ്റ് നടക്കാനൊക്കെ ഉള്ള ദൂരമാണ്. പക്ഷേ ഇവരെയും കൊണ്ട് നടക്കുമ്പോൾ അത് ഏകദേശം ഒരു 20 മിനിറ്റോളം എടുക്കുന്നുണ്ട്. അപ്പം സ്കൂള് ടൈമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ സ്കൂൾ നമ്മുടെ ലൊക്കാലിറ്റിയിലായതുകൊണ്ട് തന്നെ ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ തരം എത്നിക് ഗ്രൂപ്പ്സ് എന്നുള്ള കുട്ടികളും ഉണ്ട്. അതായത് ഇന്ത്യൻസ്, ഏഷ്യൻസ് ഉണ്ട്, അത് തന്നെ പഞ്ചാബീസാണ് ഇന്ത്യൻ ഏഷ്യൻസിൽ കൂടുതലുള്ളത്, പിന്നെ ബ്രിട്ടീഷ് ഉണ്ട്, നൈജീരിയൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ള എല്ലാ കൾച്ചറും മനസ്സിലാക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്കൂളാണ് കേട്ടോ. അപ്പോൾ അപ്പ കുറച്ച് നേരം മുടി കെട്ടി നോക്കി, ശരിയാവുന്നില്ല. കാരണം ഇവൾ മുടി കെട്ടുമ്പോൾ അങ്ങനെ ഇരുന്ന് തരില്ല, അവളുടെ സൗകര്യത്തിനൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പം അപ്പ ഉപേക്ഷിച്ചു പോയി. അപ്പം ഞാനത് മുടി കെട്ടുകയാണ്. ഇനി മുടിയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഇന്ന് അച്ഛനുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, കാറിൽ പെട്ടെന്ന് പോകാൻ പറ്റും. ഇനിയിപ്പോൾ നാളെ തൊട്ടുള്ള ദിവസങ്ങളിൽ നടന്നാണ് പോകേണ്ടത്. അപ്പം ഏകദേശം ഒരു 8 മണിക്കെങ്കിലും ഇറങ്ങിയാലാണ് 8:30 അവിടെ എത്തുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇവർ നടക്കില്ല സ്പീഡിൽ. ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ചെറിയ മിന്നൽ പോലെ ഇടയ്ക്ക് മാറി മറിഞ്ഞ് ഓർമ്മകൾ വരുന്നുണ്ട്. നല്ല തിരക്കിനിടയ്ക്കും ഞാനിങ്ങനെ പഴയ കാര്യങ്ങളാണ് ചിന്തിച്ചിരുന്നത്. ഇതേപോലെ സ്പീഡായിട്ട് സ്കൂളിൽ പോകാനായിട്ട് മമ്മി ഒരുക്കുന്നതും, പിന്നെ ലഞ്ച് ബോക്സ് എടുത്ത് വയ്ക്കുന്നതും, ബാഗ് അറേഞ്ച് ചെയ്യുന്നതും, ടൈം ടേബിൾ നോക്കുന്നതും, പ്രാർത്ഥിപ്പിക്കുന്നതും എല്ലാം റീക്രിയേറ്റ് ചെയ്ത പോലെ കുറേ മൊമെൻറ്റ്സ് വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് വരുന്നൊരു അവിസ്മരണീയ മുഹൂർത്തമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ സ്റ്റാർട്ടിങ് ഡേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കാനായിട്ട് പോവുകയാണ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒത്തിരി സ്നേഹവും ഒക്കെ ഞങ്ങൾ ചോദിക്കുന്നു. അതൊക്കെ ഞാൻ ചോദിക്കാതെ തന്നെ തരും എന്നെനിക്കറിയാം. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ കുറച്ച് ഫോട്ടോസ് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. ഒരു ഫസ്റ്റ് ഡേ ഓഫ് പ്രീ സ്കൂൾ എന്നൊക്കെ എഴുതി ഡേറ്റൊക്കെ കുറിച്ചു. പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ടോയ്സിനെയൊക്കെ നിരത്തി വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എപ്പോഴും ഓർമ്മയിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി. എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ശരിക്കും ഈ സ്കൂളിൽ നമുക്ക് ബാഗിൻ്റെ ആവശ്യമില്ല, വാട്ടർ ബോട്ടിലിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്തായാലും അവരിതൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ തന്നെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പം അവർ കരുതിയ സാധനങ്ങളൊക്കെ വെറുതെ വേസ്റ്റായി പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പം അവർ എന്തായാലും ഇതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുമല്ലായിരുന്നു. അപ്പം അത് ഇന്നൊരു ദിവസം കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നാളെ തൊട്ട് ഇതിൻ്റെ ആവശ്യമില്ല, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്നും കയറ്റത്തില്ല.
അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയും സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് സ്കൂളിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണാൻ പറ്റില്ല. പക്ഷേ സ്കൂളിന് എല്ലാവിധ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തൂടെ എനിക്ക് അവരുടെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ അവർ അയച്ചു തരും. അപ്പം അങ്ങനെയൊക്കെ വരുന്നത് ഇനിയും തൊട്ട് കമ്പൈൻ ചെയ്തിട്ട് വീഡിയോസ് ആക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കങ്ങനെ ആക്കാം. അപ്പം കാറിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആകെ കുറച്ച് ടൈമേ ഉള്ളൂ, ഒരു 2 minutes ഒക്കെ ഉണ്ടാവുള്ളൂ അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ പോകാനായിട്ട്. അപ്പോൾ ദാ കാണുന്നതാണ് സ്കൂള്. പിന്നെ എല്ലാ കുട്ടികൾക്കും ഒരു ദിവസമല്ല ജോയിനിങ്. അതുകൊണ്ട് തന്നെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ കുറച്ച് കുട്ടികൾ അവരുടെ പാരൻസ് അങ്ങനെയാണ്. അപ്പോൾ അതായത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് എനിക്കിവിടെ ഇവരുടെ കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യണം. എൻ്റെ കൂടെ തന്നെ അവർക്ക് തിരിച്ചു വരാം. അപ്പം ഞങ്ങളെ ഇവിടെ ആക്കിയിട്ട് അച്ഛൻ പോയി. അങ്ങനെ ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള രംഗമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് സ്കൂൾ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഞാനവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ടോയ്സും പ്ലേ ഏരിയാസും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ പാരൻസും കുട്ടികളെയൊക്കെ വിളിച്ച് പോവുകയാണ്. അപ്പോൾ ഇത് സ്കൂളിൻ്റെ തന്നെ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. ഈ ഗ്രൗണ്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ വന്ന ആ സമയം മുതൽ ഈ ഗ്രൗണ്ടിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറ്. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം നമ്മളിവിടെ വരും. അപ്പോൾ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നമ്മൾ അധികം വരാറില്ല. പിന്നെ ഇപ്പോൾ സ്കൂളിൽ വരുന്നതുകൊണ്ട് ഡെയിലി നമുക്ക് ഇതുവഴി തന്നെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൂടെ യൂണിഫോമൊക്കെ ഇട്ട് എടുത്തു. കാരണം നാട്ടിലെല്ലാവരും കാണാൻ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് എടുത്തു. കുറച്ച് കുഞ്ഞ് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്നറിയാം. അതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോ കുറച്ച് ലേറ്റായി പോയത്. അതൊക്കെ പോസ്റ്റ് ചെയ്ത് അതിൻ്റെയൊക്കെ എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അവർക്ക് പാർക്കിൽ കുറച്ച് നേരം കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ കളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോരുന്നത്. ഈ പാർക്കിൽ കയറി കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. വിളിച്ചാൽ വരില്ല, കരച്ചിലും ബഹളമൊക്കെ ആവും. ഇന്നാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ആരുമില്ല. ഈ ഗ്രൗണ്ടൊക്കെ ഭയങ്കര കാലിയായിട്ട് കിടക്കുക. പാർക്കിനുള്ളിലൊന്നും ആരുമില്ല. ഒരു 5 മിനിറ്റ് കളിച്ചോട്ടെ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റ് അരമണിക്കൂർ ഞാൻ ആ തണുപ്പത്ത് നിന്നു. എല്ലാം കഴിഞ്ഞ് ഒരു തരത്തിൽ അത് വാങ്ങിച്ചു തരാം ഇത് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് മെല്ലെ നമ്മൾ ബാഗൊക്കെ എടുത്ത് പോവുകയാണ്. പിന്നെ ഇപ്പം വീട്ടിൽ ചെന്നിട്ട് രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പം എന്തെങ്കിലും കഴിപ്പിക്കണം. അതുപോലെ തന്നെ നേരത്തെ എണീറ്റതുകൊണ്ട് നേരത്തെ തന്നെ കുറച്ച് നേരം കിടത്തി ഉറക്കണം എന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ പോകുന്ന വഴി ഫുൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന 2 പേരാണ് ഇവർ. അതായത് ഒന്നിനെയും വെറുതെ വിടില്ല. ഇപ്പം അവിടെ 2 പ്രാവിരുന്നു, അതിനെ ഓടിക്കാൻ പോയി. കട കണ്ടാൽ കടയിൽ കയറണം. എന്ത് കണ്ടാലും അതെല്ലാം ചെയ്യണം എന്ന് ഒത്തിരി എന്താ പറയുക ക്യൂരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് 2 പേരും. ഇന്നെന്തായാലും സ്കൂൾ അധിക സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും 3 ഹവർ എന്നുള്ളത് ആദ്യത്തെ 5 ദിവസം കുറേശ്ശെ ടൈമാണ് അവർ കൂട്ടുക. അതായത് ആദ്യം 1.5 മണിക്കൂർ, പിന്നെ 2 മണിക്കൂർ, പിന്നെ 2.5 മണിക്കൂർ, അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് 3 മണിക്കൂറിലേക്ക് മാറും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. സ്കൂളിലെയും സ്കൂൾ യാത്രയുടെയും ഒക്കെ മനോഹരമായ ദൃശ്യങ്ങളുമായിട്ട് ഇനിയും കാണും. അതുവരെ ബായ്.